നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ശരത്സ് അക്കാദമിയുടെ കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂൾ എന്ന സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ 2023 സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനലിൻ്റെ ഉള്ളടക്കം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആരംഭിക്കാം. 2023 മെയ് മാസത്തിൽ കർണാടകയിലും ഫെബ്രുവരി മാസത്തിൽ ത്രിപുര, മേഘാലയ, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിലും സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടന്നു. ഈ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ വരാനിരിക്കുന്ന PSC പരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ടതായതിനാൽ കൂടുതൽ ആഴത്തിൽ അറിയേണ്ടതുണ്ട്. ആദ്യമായി കർണാടകയിലെ നിയമസഭാ ഇലക്ഷൻ പരിശോധിക്കാം. കർണാടകയിൽ 2023 മെയ് 10 വോട്ടെടുപ്പ് നടക്കുകയും 2023 മെയ് 13 തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുകയും ചെയ്തു. കർണാടകയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് 2023 തിരഞ്ഞെടുപ്പിലാണ്. കർണാടക നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 224 ആണ്. ഇതിൽ 135 സീറ്റുകൾ നേടിക്കൊണ്ട് ഭരണകക്ഷിയായിരുന്ന BJPയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായ സിദ്ധരാമയ്യ കർണാടകയുടെ 24ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹം വരുണ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് DK ശിവകുമാർ കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. ഇതിനോടൊപ്പം കർണാടകയുടെ കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ കൂടി പരിശോധിക്കാം. കർണാടക സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1 കർണാടകയിൽ 31 ജില്ലകളാണുള്ളത്. അവസാനമായി രൂപം കൊണ്ട കർണാടകയിലെ ജില്ല വിജയനഗരയാണ്. കർണാടകയിലെ നിലവിലെ ഗവർണർ തവാർ ചന്ദ് ഗെഹ്ലോട്ടാണ്. അടുത്തതായി ത്രിപുരയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിവരങ്ങൾ പരിശോധിക്കാം. ത്രിപുര നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 2023 ഫെബ്രുവരി 16 നടക്കുകയും 2023 മാർച്ച് 2 തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുകയും ചെയ്തു. ത്രിപുരയുടെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 60 ആണ്. ഇതിൽ BJPയുടെ NDA 33 സീറ്റുകൾ നേടിക്കൊണ്ട് തുടർച്ചയായി രണ്ടാം തവണയും അധികാരത്തിൽ വന്നു. BJP നേതാവായ മണിക് സാഹ ത്രിപുര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ത്രിപുര രൂപം കൊണ്ടത് 1972 ജനുവരി 21 നിലവിലെ ത്രിപുര ഗവർണർ സത്യദേവ് നാരായൺ ആര്യയാണ്. അടുത്ത് 2023 ഫെബ്രുവരി 27 മേഘാലയയിലും നാഗാലാൻഡിലും തെരഞ്ഞെടുപ്പ് നടന്നു. മേഘാലയയിൽ 60 നിയമസഭാ സീറ്റുകളാണുള്ളത്. ഇതിൽ നാഷണൽ പീപ്പിൾസ് പാർട്ടി 26 സീറ്റുകൾ നേടുകയും NDA സഖ്യത്തിൽ ചേർന്ന് ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്തു. തുടർച്ചയായ രണ്ടാം തവണയും NPP നേതാവായ കോൺറാഡ് സാഗ്മ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. നാഗാലാൻഡിൽ 60 നിയമസഭാ മണ്ഡലങ്ങളിൽ 25 സീറ്റുകളും നേടിക്കൊണ്ട് നാഷണൽ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി അഥവാ NDPPയുടെ നേതാവ് നെഫ്യൂ റിയോ മുഖ്യമന്ത്രിയായി. മേഘാലയ, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിലെ നിലവിലെ ഗവർണർമാർ ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടാതെ കൂടുതൽ പോയിന്റുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.